വീണു. അത് മണ്ണിന് താഴ്ചയില്ലാത്തത് കൊണ്ട് അത് ക്ഷണത്തിൽ മുളച്ചു വന്നു. മറ്റു ചിലത് മുള്ളിനിടയിൽ വീഴുന്നു. മുള്ള് മുളച്ചു വളർന്നു, അതിനെ ഞെരുക്കിക്കളഞ്ഞു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റൊരു കാര്യം, ചിലത് നല്ല നിലത്ത് വീണു. അത് 100, 60, 30 മേനി വിളയുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ 2 ദിനരാത്രങ്ങളിലായും ഇന്ന് രാത്രിയിലായി ഇവിടെ ദൈവദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസന്മാർ ഈ ദേശത്ത് വിളമ്പുന്ന മുത്തുകൾ അത് വഴിയരികിൽ വീഴുന്ന പറവകൾ കൊണ്ടുപോകാതെ, അത് പാറസ്ഥലത്ത് വീഴുന്ന വേരില്ലാത്തത് കൊണ്ടത് നശിച്ചു പോകാതെ, അത് മുള്ളിനിടയിൽ വീഴുന്ന ഞെരുക്കിക്കളയാതെ നല്ല നിലത്ത് വീഴുന്ന 100, 60, 30 വേനി വിളയെടുക്കുവാൻ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്ത വർഷം ഈ കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ അതിൻ്റെ കൊയ്ത്തനുഭവിപ്പാൻ, ഏറിയ പ്രതിഫലത്തെ 100 മടങ്ങ് കൊയ്ത്തനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ചിന്തയ്ക്കായിട്ട് നമ്മെ സമയം വേർതിരിക്കുകയാണ്. ഇന്നത്തെ നമുക്ക് വേണ്ടി കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സന്ദേശം നമുക്ക് വേണ്ടി കൈമാറുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്ന ദൈവദാസൻ പാസ്റ്റർ സജു ചാത്തന്നൂർ അവറുകളാണ്. കർത്താവിൻ്റെ ദാസനെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ ദാസന്റെ ശുശ്രൂഷകൾ നേരിട്ടും അല്ലാതെ മാധ്യമങ്ങൾ കൂടിയും ദൃശ്യമാധ്യമങ്ങൾ കൂടിയൊക്കെ ഒത്തിരി കണ്ടും കേട്ടും അനുഭവിച്ചിട്ടുള്ള ഒരു കർത്താവിൻ്റെ ദാസനാണ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒത്തിരി പറയുവാനുണ്ട്. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ പ്രസംഗിക്കുന്ന ദൈവദാസനാണ് കർത്താവിൻ്റെ ദാസൻ. ഹല്ലേലൂയ. എനിക്കൊത്തിരി പ്രസംഗങ്ങൾ കർത്താവിൻ്റെ ദാസനിൽ കൂടി കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ അങ്ങേ മാസം കല്ലൂര് നടന്നൊരു മീറ്റിങ്ങിൽ 3 ദിവസം മീറ്റിംഗ് നടന്നു. അവിടെ 2 ദിവസം കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ചതായി ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് വളരെ ആധികാരികമായി ചരിത്രത്തിൻ്റെ ആധികാരികമായി ചില സംഭവങ്ങൾ പറഞ്ഞ് ഇസ്രായേലിൻ്റെയും ഗാസയുടെയും അങ്ങനെ തുടങ്ങി സിറിയയുടെയും യമൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന 5 രാജ്യങ്ങൾ ഇസ്രായേലിനോട് ചേർന്ന് വരുമെന്നൊക്കെ പറഞ്ഞ് വചനത്തിൻ്റെ ആഴത്തിലുള്ള ചിന്തകൾ കർത്താവിൻ്റെ ദാസനിൽ കൂടി കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. മറ്റൊരു കാര്യം കർത്താവിൻ്റെ ദാസനെ കുറിച്ച് പറഞ്ഞാൽ ഹല്ലേലൂയ, അത് കോമഡികൾ പറഞ്ഞ് ജനത്തെ ചിന്തിപ്പിക്കുന്ന ഒരു ദൈവദാസനല്ല. വചനത്തിൻ്റെ ആഴങ്ങൾ പറഞ്ഞ് ജനത്തെ ചിന്തിപ്പിക്കുന്ന ഒരു ഭക്തനാണ് കർത്താവിൻ്റെ ദാസൻ. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ 1 മണിക്കൂർ 2 മണിക്കൂർ കൊടുത്ത് നമുക്കൊരു നഷ്ടവുമില്ല. വചനത്തിന് ആഴമേറി ചിന്തകൾ കർത്താവിൻ്റെ ദാസനിൽ കേൾക്കുവാനായിട്ട് നമുക്ക് കാതുകളെ ഓർക്കാം. ദൈവദാസന്റെ അധരങ്ങളിലൂടെ ഒഴുകി വരുന്ന തിരുവചന സത്യങ്ങൾ കേൾവിക്കാരായി നമ്മുടെ മുന്നിൽ അത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും പെരുമഴിയായി ഇന്ന് രാത്രി പെയ്തിറങ്ങുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. വചനത്തിന്റെ ആഴങ്ങേറിയ ചിന്തകൾ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് കേൾപ്പിക്കട്ടെ. വചനത്തിന്റെ ആധികാരികത, അതിന്റെ സനാതനമായ സത്യങ്ങൾ ഉൾക്കൊള്ളുവാൻ ഈ രാത്രി നമ്മുടെ ഇന്ദ്രിയ വ്യവസ്ഥിതികളെ ദൈവം തൊട്ടുണർത്തേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ആയിരിക്കുമ്പോൾ തന്നെ വചന പ്രഘോഷണത്തിനായി കർത്താവിദാസൻ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവരും കരങ്ങളിൽ തട്ടി കർത്താവിദാസൻ ക്ഷണിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാർ നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന കൊയർ ടീം, ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരും സ്നേഹിതരും സഹൃദയരുമായ അനുഗ്രഹിക്കപ്പെട്ട തൃപ്പാദപുരം ദേശനിവാസികൾ, ഈ രാത്രി മഹത്വമാർന്ന കർത്താവിൻ്റെ വേലയിൽ രാവും പകലും ഓടി നടന്ന് വേല ചെയ്യുന്ന ദാസന്മാർ, ഈ ഒരുക്കപ്പെട്ട പന്തലും കീഴിൽ പോസ്റ്ററായിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും സന്ധ്യയെങ്കിൽ ലോകൈക രക്ഷകനും മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല്യ വന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും ക്രിസ്തുവേശുവിലുള്ള സാക്ഷ്യവും നിമിത്തം സന്ധ്യയെങ്കിൽ ഒരു ദിനം കൂടി വചനവുമായി നിൽപ്പാൻ കൃപാലുവായ ദൈവം ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലും എളിയവൻ ഒരു ദിനം കൂടി തന്നതിനായി